7ാം ക്ലാസ്സിൻ്റെ കേരള വടാവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ആകെ 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായി ചെയ്യണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. ആദ്യം ഒരു കവിത വന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം: കുട്ടികൾ പൂക്കൾ തേടിയലഞ്ഞത് എങ്ങനെ എന്നാണ് കവി പറയുന്നത്? ഉത്തരം: ചിത്രശലഭത്തെ പോലെ. രണ്ടാമത്തേത്: പൊന്നിൻ കമ്മലണിഞ്ഞു നിൽക്കുന്നതാരാണ്? മുക്കുറ്റി. താഴെ കൊടുത്തവയിൽ ഓണമഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം: മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം. നാലാമത്തെ ക്വസ്റ്റ്യൻ: മഞ്ഞ മുക്കുറ്റികൾ ആരെ നോക്കിയാണ് കണ്ണുറുക്കിയത്? ഉത്തരം: തുമ്പ. പ്രകൃതിയുടെ ഏതു ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? സന്തോഷം. പ്രവർത്തനം 2 ക്വസ്റ്റ്യൻ: ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയുണ്ട്. ഈ കവിത അയച്ചിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ: മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന പുസ്തകം ഏതു സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം: ആത്മകഥ. പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം. പെയ്തുതീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിലെ അലി എന്ന 9 വയസ്സുകാരനായ കുട്ടിയെ കുറിച്ച് കഥാപാത്ര നിരൂപണം ചെയ്യാൻ വേണ്ടി അതിൽ അലീനെ കുറിച്ചിട്ട് എഴുതിക്കോളാം. അതിൽ ബി ക്വസ്റ്റ്യൻ: ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏതു മേഖലയിലാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഉത്തരം: ചിത്രകാരൻ. അടുത്തത് പ്രവർത്തനം 4 പോസ്റ്ററാണ്. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി 28 രാവിലെ 10:30 സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. അവിടെ നമുക്ക് ഹിൻ്റെല്ലാം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ആ പോസ്റ്ററെല്ലാം തയ്യാറാക്കുന്നുണ്ട്. ആദ്യം എഴുതേണ്ടത് വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല. പിന്നെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, സമയം കൊടുക്കുക, തീയതി കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ ഹിൻസ് വെച്ചിട്ട് എഴുതുക. ഉദ്ഘാടനം ചെയ്യുന്നതും ശില്പശാല നയിക്കുന്നത് ആരെല്ലാം വെച്ചിട്ട് എഴുതുക. പ്രവർത്തനം 5 വിശകലനക്കുറിപ്പ്. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിനു ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക. മൊബൈലിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. പ്രവർത്തനം 6 ജീവചരിത്രക്കുറിപ്പ്. മുകളിൽ നൽകിയ സൂചകങ്ങളും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി MT വാസുദേവൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ: മീനോളം എന്ന നാടകം രചിച്ചതാര്? ഉത്തരം: ജയപ്രകാശ് കുളൂർ.